അതുകൊണ്ടാണ് അവർ കോൺസ്റ്റൻ്റ്ലി ഇൻട്രോവേർട്ട് ആയി പോകുന്നത്. സൊസൈറ്റിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇടപെടണമെന്ന് അറിയത്തില്ല, കോൺസ്റ്റൻ്റ്ലി ഇൻട്രോവേർട്ട് ആയി പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു ബ്രോ, 10ാമത്തെ ഏറ്റവും നിങ്ങളുടെ ഗട്ടിന് ഫീൽ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് 10ാമത്തെ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റാണ്. എനിക്കും നിങ്ങളെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ അതിൻ്റെ സന്തോഷം, എൻ്റെ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരി ഉണ്ടല്ലോ, ഇതൊരിക്കലും ഞാൻ ഫേക്ക് ചെയ്യുന്ന പുഞ്ചിരിയല്ല. ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയുന്നു, യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ ബിലീവ് ഇൻ യു. നിങ്ങളിത് എനിക്ക് വേണ്ടി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഒരു 6 ദിവസത്തേക്കൊക്കെ അവധി കിട്ടി, എന്തോ പരിപാടി എങ്ങാനുണ്ട്, റൈറ്റ്. അപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസം ഇങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുക, ഒരു പണിയും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഓർക്കുന്നുണ്ട് ബ്രോ. ഒരു ദിവസം ഞാൻ രാവിലെ എണ്ണിച്ചു, ഒരു 8 മണി 8:30 സമയമായപ്പോഴാണ് ഞാൻ രാവിലെ എണ്ണിച്ചത്. ഞാൻ രാവിലെ എണ്ണിച്ചിട്ട് ആദ്യം എന്തോ ചെയ്തതെന്നറിയോ? ജസ്റ്റ് ഈ പുതപ്പൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുമല്ലോ, ആ പുതപ്പ് ഇങ്ങനെ നേരെ പിടിച്ച് എല്ലാം ഈ കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്തില്ലേ, കാലൊക്കെ പുതപ്പിടത്തില്ല, അതുപോലെ ഇങ്ങനെ പുതപ്പിട്ടു. ഈ തലയാണുള്ളൂ, തലയാണ് ഞാൻ നേരെ ഇങ്ങനെ പൊക്കി ഇട്ടു, ഫാൻ ഇങ്ങനെ ഇട്ടു, ടേബിൾ ഫാൻ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കാറ്റടിക്കും, ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ ഇട്ട് നല്ല കംഫർട്ട് എന്ന് വെച്ചാൽ അമ്മാതിരി കംഫർട്ട്. ഇത് ചെയ്യുന്നവന്മാർക്ക് അറിയാം, റൈറ്റ്, അമ്മാതിരി കംഫർട്ടാണ്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമാണ്, ഞാൻ നേരെ എൻ്റെ ഫോൺ എടുത്തു, ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കയറി, റീൽ സെക്ഷനിൽ കയറി സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു, രാവിലെ എണ്ണിച്ചേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തന്മാർ ഇങ്ങനെ വീഡിയോ കാണുന്നു, ഫുട്ബോളിൻ്റെ കുറേ വീഡിയോസ് കാണുന്നു, കാറിൻ്റെ കുറേ വീഡിയോസ് കാണുന്നു, ഒരുപാട് കോമഡി റീൽസ് ഇങ്ങനെ ഇരുന്ന് കാണുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബ്രോ, കോമഡി റീൽസ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് എൻ്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ല, പക്ഷേ ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്തപ്പം ഗേൾസിൻ്റെയൊക്കെ തേർഡ് സ്ട്രാപ്പ് റീൽ ഇറക്കുന്നവളൊക്കെ ഉണ്ടല്ലോ, അവൾമാരുടെ ഒരു റീൽ ഞാൻ ഹുക്ക് ചെയ്തു, ഞാൻ ട്രിഗറായി. ഞാൻ നേരെ എണ്ണിച്ചിട്ട് പെട്ടെന്ന് പോയി കതവ് കുറ്റിയിട്ടു, ഞാൻ എൻ്റെ വിവിയിൽ പിടിച്ചു, ആൻഡ് ഐ ഫാപ്ഡ് രാവിലെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബാഡ് പാർട്ട് എന്തുവെന്നറിയോ നിങ്ങൾക്ക്? ആ ഫാപ്പ് ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ ഗോട്ട് ഇൻസ്റ്റൻറ്റ് റിഗ്രറ്റ്. എൻ്റെ ലൈഫിൽ ഇത്രമാത്രം റിഗ്രറ്റ് എനിക്ക് വേറെ ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല. രാവിലെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയോ, രാവിലെ ഇത്രയും നേരം ഒരു മണിക്കൂറൊക്കെ അപ്പോഴത്തേക്ക് കഴിഞ്ഞു, റീലി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റൻറ്റ് റിഗ്രറ്റ് അടിച്ചു, ഇൻസ്റ്റൻറ്റ് റിഗ്രറ്റ്. ആ റിഗ്രറ്റ് എന്ന് മാറാൻ വേണ്ടി പിന്നെയും അതേ ഇൻസ്റ്റഗ്രാമിൽ തന്നെ, അതേ റീൽ സെക്ഷനിൽ തന്നെ കയറി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ അവരവസ്ഥ. അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണ് വയ്യാതായിട്ട് ഞാൻ എണ്ണിച്ചിട്ട് നേരെ താഴെ പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അമ്മ ഇങ്ങനെ ഫുഡ് കൊണ്ടു തന്നു. ഇത്രയും താമസിച്ചാണ് നീ എണ്ണിക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ സമയം ഈവൻ കറക്റ്റായിട്ട് നോക്കുന്നത്. എൻ്റെ ഫോണുണ്ട്, അത്രയും സമയം എൻ്റെ ഫോണുണ്ട്, പക്ഷേ ഞാൻ സമയം പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ സമയം നോക്കുമ്പോൾ 12 മണിയാവുന്നു. എനിക്ക് വിശന്ന് തുടങ്ങി. രാവിലത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണം? ചോറിൻ്റെ ഇതെടുത്തു, ചോറും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ അപ്പവും മുട്ടക്കറി അങ്ങനെ ഉണ്ടായിരുന്നു. സോ എനിക്ക് 2 ഇഷ്ടമുള്ള കാര്യം, 2 ഞാൻ എടുത്തു. അവിടെ ഇരുന്ന് ഞാൻ 2ഉം തിന്നു. അതിൻ്റെ കൂട്ട് തന്നെ തണുത്ത ചായ ഇരിപ്പുണ്ടായിരുന്നു, രാവിലെ ഉണ്ടാക്കി വെച്ച. ആ ചായക്കകത്ത് അമ്മൂമ്മ എപ്പോൾ ഈ ചൂടാക്കി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അമ്മൂമ്മ അത് ചൂടാക്കി കൊണ്ടുവന്ന് ഞാൻ ഒരു സിപ്പ് എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തന്നെ അങ്ങോട്ട് പോയി. ഞാൻ തന്നെ അമ്മൂമ്മയോട് ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇതെന്തു മധുരമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ മധുരം 2-3 സ്പൂൺ മധുരം വാരിയിട്ട് മധുരത്തിൽ കലക്കിയിട്ട് ഒരു ഡീജനറസി ആയിട്ടുള്ള അത്രമാത്രം ആഹാരം, എനിക്ക് തോന്നുന്നൊരു 800-1000 കാലറി എങ്കിലും ഞാൻ കഴിച്ചതാണ് ആ സമയത്ത്. ആ ഭയങ്കരമായിട്ട് ടോക്സിക് മധുരമായ ചായയും കൂടെ കൂട്ടി ആ സമയത്ത് ഞാൻ ചായ കുടിക്കുമായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയ ബ്രോ അങ്ങനെ ഒരാളുടെ അവസ്ഥ. അതേസമയം ഇന്ന് ഞാൻ രാവിലെ എണ്ണിച്ചത് 6 മണിക്കാണ്. 6 മണിക്ക് ഞാൻ രാവിലെ എണ്ണിച്ചു, എൻ്റെ ഡീപ്പ് സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കി. നേരെ ഞാൻ ജിമ്മിൽ പോയി, ഞാൻ കോച്ചിങ് ചെയ്യുന്ന അവന്മാരോട് സംസാരിച്ചു. ഞാൻ നേരെ വന്നു, ജിമ്മിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അവന്മാർക്ക് അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹാബിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ 3ാമത്തെ ഡീപ്പ് സെക്ഷൻ ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു എയിം ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എവിടെ പെട്ടിരിക്കുകയാണെങ്കിലും, റിയലി ലൈഫിൽ സ്റ്റക്ക് ചെയ്തിരിക്കുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 10 പോയിന്റ്സ് ഉണ്ട്. ആ 10 പോയിന്റ്സ് ആണ് നിങ്ങളെ സത്യത്തിൽ അവിടെ പിടിച്ചിരുത്തുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റാഡ് ലൈഫിൽ നിങ്ങളെ ആരും റെസ്പെക്ട് ചെയ്യാത്ത, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാത്ത, നിങ്ങൾക്കാർക്കും വില തരാത്ത, നിങ്ങൾ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾ തന്നെ നിങ്ങളെ വിഷമിച്ചിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണമെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ റാഡ് ലൈഫിൽ 10 കാരണങ്ങളാണ് നിങ്ങളെ അവിടെ പിടിച്ചിരുത്തുന്നത്. അത് നിങ്ങൾ ഒരിക്കലും അറിയാതെ പോകരുത്. അതുപോലെ തന്നെ
ഞാനൊരിക്കൽ നിങ്ങളുടെ യൂട്യൂബർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ലൈവ് ചെയ്യുന്ന അവന്മാരുടെ കൂട്ടുള്ള ഒരാളല്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ 10 പോയിന്റ്സ് നിങ്ങൾ കണ്ടിട്ട് മാത്രം ഒരു 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 കാര്യമില്ല. നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കണം. ഈ നിമിഷം മുതൽ നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ 10 പോയിന്റ്സ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു ബ്രോ. ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം, എനിക്ക് നിങ്ങളെ ഇവിടെ പിടിച്ചെടുത്തിട്ട് ഒന്നുമില്ല ബ്രോ, ലൈഫൊക്കെ ഓക്കെ ആണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ റിയൽ ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ സ്റ്റക്കാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാഡ് എനർജിയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നു, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു ഡീപ്പ് സെക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജിമ്മിൽ കറക്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ പെട്ട് ഇരിക്കുക അല്ല. എനിക്കറിയാം നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഓ ഇവൻ എന്താ പറയുന്നത്, പെട്ടിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല, ഇവൻ വീഡിയോ ഇറക്കി, ഇവൻ കള്ളനാ. വിചാരിക്കാൻ വരട്ടെ, അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. കേക്ക് ബ്രോ. നിങ്ങൾ ലൈഫിൽ പെട്ടിരിക്കുക എന്നൊരു വേർഡ് മാത്രമാണത്. സത്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിപ്പീറ്റ്ലി കംഫോർട്ടബിൾ പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. റിപ്പീറ്റ്ലി നിങ്ങൾ ഫോൺ കാണുമ്പോൾ, റിപ്പീറ്റ്ലി നിങ്ങൾ ജിമ്മിൽ പോകാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ, റിപ്പീറ്റ്ലി എൻ്റെ ഇതുപോലത്തെ ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രൊക്കാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും നിങ്ങൾ കംഫോർട്ടബിൾ പാറ്റേണിലാണ്. അത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ബ്രോ. അതാണ് അപകടം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓപ്പൺലി നിങ്ങളുടെ മൈൻഡ് തുറന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്, നിങ്ങളിപ്പോൾ ലൈഫിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കംഫോർട്ടബിൾ പാറ്റേണിലാണ്. നിങ്ങളുടെ ലൈഫ് ഫുൾ ഓൺ കംഫോർട്ടബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അങ്ങനൊന്നുമല്ല, എൻ്റെ ലൈഫിൽ ഒരു കംഫോർട്ട്നെസ്സും ഇല്ല, എനിക്കൊരു സന്തോഷമില്ല, ഞാൻ ചിരിച്ചിട്ട് തന്നെ കുറേ നാളായി എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡോപ്പമിൻ കിട്ടുന്ന, പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന, പെട്ടെന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ഫോൺ ട്രിഗറായിട്ട് അത് കണ്ടിട്ട് ഫോൺ ഫാപ്പ് ചെയ്യുന്ന, പെട്ടെന്ന് നിങ്ങളെല്ലാം ഷുഗറി ആയിട്ടുള്ള ഫുഡെല്ലാം കൂടെ കഴിക്കുന്ന, പ്രോസസ്ഡ് ഫുഡെല്ലാം കൂടെ കഴിക്കുന്ന ആ ഒരു കംഫോർട്ടബിൾ പാറ്റേൺ നിങ്ങൾ റിപ്പീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അപകടാവസ്ഥ എന്ന് വെച്ചാൽ ബ്രോ, ഞാൻ നിങ്ങളോട് ഓപ്പൺലി പറയുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്ന പോലുമില്ല. അപ്പം നമ്പർ 1 തിങ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് ഇതാണ്. റിപ്പീറ്റ്ലി കംഫോർട്ട് സോണിൽ കൂടെ ആണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് റിമൂവ് ഇറ്റ്. കംഫോർട്ടബിൾ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ അൺകംഫോർട്ടബിൾ സിറ്റുവേഷനിലേക്ക് നിങ്ങളെ മാറ്റുക. നിങ്ങൾ രാവിലെ എണീച്ചിട്ട് ജിമ്മിൽ പോവുക, നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പേടിയായിരിക്കും, നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തലവേദന എടുക്കും, നിങ്ങൾക്ക് പെയിൻ എടുക്കും, നിങ്ങളുടെ ബോഡി അവിടുന്ന് ഓടി മാറാൻ നോക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ച ഈ റാറ്റ് ലൈഫാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ഇനിയും വരാൻ പോകുന്ന ഒരു ഈഗിൾ ലൈഫാണോ നിങ്ങൾക്ക് വേണ്ടത്? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, you are not too busy, but you are not prioritizing the right thing. ഇത് പറയുമ്പോൾ എന്നോട് എല്ലാവരും പറയും, ഓ അല്ല ബ്രോ, ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളാണ്, ഞാൻ എന്നും എണ്ണിച്ചിട്ട് എനിക്ക് ജിമ്മിൽ പോകണം, എനിക്ക് ബോഡി വേണം, ഞാൻ ഇങ്ങനെ ഒരു വല്ലത്തമാരുടെയൊക്കെ യൂട്യൂബിൽ ഇയേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. 3 മാസം കൊണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കിട്ടിയവന്മാരുണ്ടല്ലോ, അവന്മാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഹൈബ്ഡ് ആവാറുണ്ട്. ഇതുപോലുള്ള മുഖം കാണിക്കാതെ ഇങ്ങനെ മോട്ടിവേഷൻ പറയുന്ന കുറേ ഉണ്ടല്ലോ, അവന്മാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തിരിപ്പുണ്ട്. ഇതൊന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ റൈറ്റ് തിങ്ങിനെ അല്ല നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നിങ്ങൾ പറയും, ഞാൻ ഭയങ്കര ബിസിയാണ് ബ്രോ, എനിക്ക് കോളേജ് ഉണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂഷൻ ഉണ്ട്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ചെയ്യാനാ എന്നൊക്കെയുള്ള ഫുൾ എക്സ്ക്യൂസസ് ആണ് നിങ്ങളുടെ ബ്രെയിനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് പിന്നെ മോട്ടിവേഷനുള്ള ഇങ്ങനെ കുറേമാരുണ്ടല്ലോ, മോട്ടിവേഷൻ തരുന്ന കുറേമാർ, അവന്മാരുടെ റീൽസ് ഒക്കെ കാണണം, അല്ലെങ്കിൽ അവന്മാരുടെ വീഡിയോസ് കാണണം, എനിക്ക് ഇതിനകത്ത് ടൈമില്ല ബ്രോ. ഞാൻ പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് റിയലി അത് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ടൈം കണ്ടെത്തിയിരിക്കും. പക്ഷെ നിങ്ങൾക്കത് വേണ്ട, നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ അതിനുവേണ്ടി ടൈം കണ്ടെത്താത്തത്. ദാറ്റ് ഇസ് എ റിയാലിറ്റി, ഡാം റിയാലിറ്റി. ഇതൊരുത്തനും അക്സെപ്റ്റ് ചെയ്യത്തില്ല ബ്രോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഫുൾ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ടേക്ക് ചെയ്യുക. നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഫുൾ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യുക ആൻഡ് ചേഞ്ച്
ചേഞ്ച് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. മൂന്നാമത് എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഇത്. നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയേണ്ട കാര്യമാണ് പെർഫെക്ഷൻ ഈസ് ജസ്റ്റ് പ്രൊക്കാസ്റ്റിനേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത്രയും നാൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു, ഇത്രയും നാൾ നിങ്ങൾ ഒരു ഡീപ് വർക്ക് ചെയ്യാതിരിക്കുന്നു, ഇത്രയും നാൾ നിങ്ങൾ ജിമ്മിൽ പോകാതിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഓ ബ്രോ കറക്റ്റ് സമയം വരും, ഓ ബ്രോ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് എനിക്ക് 2-ാം തീയതി വരെ അവധിയുണ്ട്, അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകും. 1-ാം തീയതി തൊട്ട് 2-ാം തീയതി വരെ അവധിയുണ്ട്, എന്തുകൊണ്ട് ജിമ്മിൽ പോകും? ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തന്മാർ പറയുന്നത്. ഒരു മാസം തൊട്ട് അടുത്ത മാസം വരെ എനിക്ക് അവധിയുണ്ട്, അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകും. അല്ല ഇപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ 1-ാം തീയതി ആകുമ്പോഴേ പോകത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു മാസം പകുതിയൊക്കെ ആവറായില്ലേ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തി എടുത്തത്? കാറ്റി പറന്നു പോയോ? അതാ ഞാൻ പറയുന്നത്, ദർ ഈസ് നത്തിങ് ലൈക്ക് എ പെർഫെക്റ്റ് ടൈം. അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈമും ഇല്ല, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു പ്രയോറിറ്റൈസ് ഇറ്റ്. എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം? നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, ആ സമയത്തിൽ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് ബ്രോ നിങ്ങൾ അടിച്ചു തുടങ്ങണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ ആ മൈൻഡിനെ അടിച്ചു തുടങ്ങണം, സ്ട്രിക്റ്റ് ചെയ്ത് തുടങ്ങണം, ഡിസിപ്ലിൻഡ് ആക്കി തുടങ്ങണം. ഒരു ഡോപ്പമിനും, ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന ഡോപ്പമിനോ, ഫോണിൽ കിട്ടുന്ന ഡോപ്പമിനോ, നിങ്ങൾ കള്ളു കുടിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പമിനോ ഈ മൈൻഡിന് കൊടുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ബി സ്ട്രിക്റ്റ് ഓൺ യുവർ സെൽഫ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കിപ്പോൾ എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തുടങ്ങാനുണ്ടെങ്കിലും ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ബ്രോ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇനി തുടങ്ങുന്നുള്ളൂ ബ്രോ, അല്ലെങ്കിൽ അത് എല്ലാവരും എന്നെ കളിയാക്കട്ടെ. സോ വാട്ട്? അവന്മാരെ നിങ്ങൾക്ക് ചിലവിന് വരുന്നത്? പേടിയാവൂല്ലേ? അവന്മാരായിരിക്കും ചിലവിന് വരുന്നത് അല്ലേ? കമോൺ ബ്രോ, കമോൺ. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. നമുക്ക് ഇതുപോലുള്ള വീക്ക് മൈൻഡ് സെറ്റ് ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് നമ്മൾ മാറ്റാൻ സമയമായിരിക്കുന്നു. പെർഫെക്ഷന് വേണ്ടി, കറക്റ്റ് ടൈമിന് വേണ്ടി, കറക്റ്റ് തിങ്ങിന് വേണ്ടി, കറക്റ്റ് എക്യുപ്മെന്റിന് വേണ്ടി, കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളയരുത്. ദർ ഈസ് നത്തിങ് ലൈക്ക് എ പെർഫെക്റ്റ് ടൈം ആൻഡ് പെർഫെക്ഷനിസം. നിങ്ങൾ എന്തായാലും ആദ്യം ജിമ്മിൽ പോകുമ്പോൾ കറക്റ്റ് സെറ്റ്, കറക്റ്റ് ജിമ്മ്, 10 കിലോ ഇട്ടിട്ടാ ജിമ്മിൽ പോയി അടിക്കാൻ പോകുന്നത്, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ലല്ലോ. വെറുതെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ എൻ്റെ ലൈഫിൽ ഞാൻ ആ സമയത്തിരുന്ന അനുഭവിച്ച പെയിൻ ഉണ്ട്, ആ സങ്കടമുണ്ട്, അതെനിക്ക് കറക്റ്റ് അറിയാം. നിങ്ങളും ഇപ്പോൾ അതിൽ കൂടാണ് പോകുന്നതെന്ന് ബ്രോ എനിക്ക് കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതൊരു ചുമ്മാ ഒരു യൂട്യൂബ് വീഡിയോ മാത്രമല്ല, ഇതൊരു മൂവ്മെൻ്റ് ആണ്. നമ്മൾ ഇസഡ്ജൂപി ചെയ്യുന്ന, കേരളത്തിൽ ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനമില്ല ബ്രോ. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. 4-മത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, യു കനോട്ട് തിങ്ക് ടു ബി എ കോൺഫിഡൻറ്റ് പേഴ്സൺ, യു ക്യാൻ സ്റ്റാർട്ട് ആക്ട് ടു ബി എ കോൺഫിഡൻറ്റ് പേഴ്സൺ. എന്ന് വെച്ചാൽ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ഫക്ക് ഓഫ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് വേണേൽ തിങ്ക് ചെയ്യാം, ഞാൻ കോൺഫിഡൻസ് പേഴ്സൺ ആണ്, എന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കാം, എങ്ങോട്ടും ഇറങ്ങിപ്പോകാതെ ആരോടും സംസാരിക്കാം, ഞാൻ കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്, എനിക്ക് എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാൻ കോൺഫിഡൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെയാണ് ബ്രോ എല്ലാവരും ഈ റാറ്റ് മൈൻഡ് സെറ്റുള്ളവർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കോൺസ്റ്റന്റ്ലി ഇൻട്രോവേർട്ട് ആയി പോകുന്നത്. സൊസൈറ്റിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇടപെടണമെന്ന് അറിയത്തില്ല, കോൺസ്റ്റന്റ്ലി ഇൻട്രോവേർട്ട് ആയി പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആണെന്നോ ഒരു കാര്യമില്ല, ഞാൻ കോൺഫിഡൻ്റ് ഉള്ള ആളാണെന്നോ ഒരു കാര്യമില്ല. യു നീഡ് ടു ആക്ട്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ ഈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ഇവിടുന്ന് എല്ലാവരും കളിയാക്കും, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കും, നിങ്ങളെ മാറ്റി നിർത്തും. ഈ പണ്ടത്തെ പോലെ എൻ്റെ കൂടെ കള്ളും കഞ്ചാവും വലിക്കാൻ വരുന്നില്ലെന്ന് പറയും, പണ്ടത്തെ പോലെ ഗെയിം കളിക്കാൻ വരുന്നില്ലെന്ന് പറയും, അങ്ങനെല്ലാം പറയും. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം നിങ്ങളുടെ ബാഡ് ആയിട്ടുള്ള, എന്തിനാണ് അവന്മാരെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. പോട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ജസ്റ്റ് ആക്ട് ആസ് എ കോൺഫിഡൻറ്റ് പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്മാൾ സ്റ്റെപ്പ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന, എല്ലാവരും ആലോചിച്ച് വെച്ചിട്ട് നിങ്ങളെല്ലാവരും സൊസൈറ്റി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ബിഗ് ആയിട്ട് ചെയ്യണം, നിങ്ങളെല്ലാം ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര പ്രൊഫക്ഷനായിട്ട് ചെയ്യണം. അങ്ങനെയല്ല ബ്രോ. യു നീഡ് ടു ടേക്ക് സ്മാൾ സ്റ്റെപ്പ്. നിങ്ങൾ ഇതുവരെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാക്കുക, ഞാൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. മനസ്സിലാക്കുക, നിങ്ങൾ എസ്എഡ് ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാണെന്ന്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ആ സ്മാൾ സ്റ്റെപ്പ് മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അതാണ് ബ്രോ പറയുന്നത്. അതാണ് ഈ ബില്യനേഴ്സും മില്യനേഴ്സും ട്രില്യൻസ് ആയിട്ടില്ലല്ലോ, എല്ലാവരും പറയുന്നത്. ടേക്ക് സ്മാൾ സ്റ്റെപ്പ് ആൻഡ് വെയിറ്റ് ഫോർ ദ മൊമെൻറ്റം ടു ബിൽഡ്. റൈറ്റ്? നിങ്ങൾ സ്മാൾ സ്റ്റെപ്പ് ചെയ്താൽ മതി. നിങ്ങൾ സ്മാൾ സ്റ്റെപ്പ് ചെയ്ത് ഒരു
ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൊമെൻറ്റം കിട്ടും. അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബ്രോ ഞാനിത് ഗ്യാരണ്ടി ചെയ്യുന്നു. ഇപ്പോൾ ജിമ്മിൽ പോവുക എന്ന് പറയുന്നതാണ് എൻ്റെ ഫൺ, എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ഡോപ്പമിൻ. എനിക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. എനിക്കും നിങ്ങളെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ അതിൻ്റെ സന്തോഷം, എൻ്റെ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരി ഉണ്ടല്ലോ, ഇതൊരിക്കലും ഞാൻ ഫേക്ക് ചെയ്യുന്ന പുഞ്ചിരിയല്ല. ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയുന്നു, യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ ബിലീവ് ഇൻ യു. യു നീഡ് ടു ജസ്റ്റ് ടേക്ക് സ്മാൾ സ്റ്റെപ്പ്. നിങ്ങൾ അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് യുവർ സ്ട്രെസ് കം ഫ്രം അവോയ്ഡിങ് ദ ഹാർഡ് കോൺവെർസേഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നിങ്ങൾ പറയാതെ, നിങ്ങളെ കള്ളു കുടിക്കാനും കഞ്ചാവിനും ഒക്കെ നിങ്ങളെ കൂട്ടുകാർ വിളിക്കുമ്പോൾ നോ എന്ന് പറയാതെ, ഞാൻ വരുന്നില്ലെന്ന് പറയാതെ, അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അവന്മാരെ വെറുപ്പിക്കാത്ത രീതിയിൽ പറയാതെ, അതിനകത്ത് ഒളിച്ചു മാടി അവന്മാരുടെ കൂടി ഇങ്ങനെ പോകും. അല്ലെങ്കിൽ അവന്മാർ പബ്ജി കളിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവന്മാരുടെ കൂടെ അങ്ങ് പോകും. റൈറ്റ്? ഇതാ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഒരു ഹിൻഡ് കിട്ടുമ്പോഴേ, ഏതെങ്കിലും ഒരു നടിമാരെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് പോയി ഹാപ്പി ചെയ്യും. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളോട് സെൽഫായിട്ടുള്ളതും നിങ്ങൾ വെളിയിലുള്ളവരോടുമുള്ള ഹാർഡ് കോൺവെർസേഷൻ, ആ കോൺവെർസേഷൻ നിങ്ങൾ അതിനകത്തുനിന്ന് ഒളിച്ചു മാറുകയാണ്. ആ കോൺവെർസേഷൻ നടത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് എന്ത് ഫീൽ ആവും, അവർക്ക് അങ്ങനെ ആയിപ്പോവും, ഇതെങ്ങനെ ആയിപ്പോവും എന്ന് നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അവോയ്ഡ് ഇറ്റ് ബ്രോ, അവോയ്ഡ് ഇറ്റ് അറ്റ് ആൾ കോസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഡു ഇറ്റ്. ആറാമത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു പോയിന്റ് ആണിത്. ഡിസിപ്ലിൻ ബീറ്റ് മോട്ടിവേഷൻ ഓൾവേസ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇവൻ ഇപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ, ഇവൻ എന്തോ ഡിസിപ്ലിൻ പിന്നെ മോട്ടിവേഷനെ ബീറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഫക്ക് ഓഫ്. നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണ്? ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറോ, ഞാൻ മോട്ടിവേഷൻ എന്ന കൺസെപ്റ്റ് ബിലീവ് ചെയ്യുന്ന ഒരാളോ, ഞാൻ എൻ്റെ ഇമോഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീക്ക് മെന്നോ അല്ല. ഞാൻ ഫുള്ളി റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും ഡ്രീം ചെയ്യുന്നതും ഒരെനർജിയേ ഉള്ളൂ, അത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ റൺ ചെയ്യാൻ 100% ടൈമും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഡിസിപ്ലിൻ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മോട്ടിവേഷനും കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഗെയിം. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങളുടെ ഇമോഷൻ എന്ത് ഫീൽ ആവുന്നു, നിങ്ങൾക്ക് ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഇമോഷൻ ഒന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. ഈ രാവിലെയൊക്കെ ആയാലും മഴയൊക്കെ ഇനി എങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മധുരം ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രേവിങ് വരുവാണ്, നിങ്ങൾ അങ്ങ് ഓടുവാണ് അതിൻ്റെ പുറകെ. നിങ്ങൾ മോട്ടിവേഷനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂസ്ലി, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് പിന്നെയും കയറി വരും, കംഫർട്ടബിൾ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ബ്രോ, ഡിസിപ്ലിൻ ബീറ്റ് മോട്ടിവേഷൻ ഓൾവേസ്. അത് നിങ്ങൾ കോട്ടായിട്ട് ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കുക. യുവർ ലൈഫ് വിൽ ചേഞ്ച് നിങ്ങളുടെ റൂമിൽ. ബ്രോ, ഏഴാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോയിന്റ് ആണ്. ഇത് നമ്മൾ ആൺപിള്ളേർ പ്രത്യേകിച്ച് ചെയ്യാത്തൊരു കാര്യമാണ്, ഇൻക്ലൂഡിങ് മീ. എനിക്കും ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂസിങ് ആണ്. ബട്ട് നിങ്ങൾ വേറൊരു കാര്യം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ ഒരു പോയിന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ എനർജി ബേസ്ഡ് ആണ്. എനർജി ബേസ്ഡ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഇത്രയും റാറ്റായിട്ടൊരു മൈൻഡ് സെറ്റിലാണ്, റാറ്റായിട്ടൊരു ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനാണെങ്കിൽ നിങ്ങളൊരു നെഗറ്റീവ് എനർജിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യുവർ എൻവയോൺമെന്റ് ഷേപ്പ് യുവർ റിസൾട്ട്. നിങ്ങളുടെ എൻവയോൺമെന്റ് എന്താണോ, നിങ്ങൾ ഏത് ഫ്രണ്ട്സ് ആണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണോ, നിങ്ങൾ ഇരിക്കുന്നിടത്തൊരു ബാഡ് സ്മെൽ അടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൈൻഡിനെ നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതി, നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന രീതി എല്ലാം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വലിയ കുട്ടപ്പനായ എല്ലാം വൃത്തിയാക്കിയിടണമെന്ന് ഒരാളുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും അതിനകത്തൊരു പ്രശ്നമുണ്ട്. ബട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, നിങ്ങൾ കിടക്കുന്ന ബെഡ് ഒന്ന് ഇതാക്കി വെക്കുക. ഞാനിത് ചെയ്യുന്ന ആളല്ല, ഒന്നുകൂടെ ഞാൻ പറയാം, ഞാനിത് ചെയ്യുന്ന ആളല്ല. ഞാൻ ഇപ്പോൾ ബെഡിലോട്ടാണ് നോക്കിയത്, ദൈവം എന്ത് കിടക്കുന്നത്. ഓക്കെ, ഞാനിത് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഈ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കണം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രോ നിങ്ങളൊന്ന് ചാലഞ്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇന്ന് രാത്രി, ഇപ്പം തന്നെ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ബെഡ് ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് വൈകുന്നേരം ഒന്ന് കിടന്നു നോക്കൂ. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്ലീപ്പ് കിട്ടും. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ചുമ്മാ ഇങ്ങനെ ആക്കരുത്. എല്ലാം തലാണയും എല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് നല്ലോണം വിരിച്ചിട്ടിട്ട് കിടന്നു നോക്ക്. സൂപ്പർ സ്ലീപ്പ് കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ റിസൾട്ട്
ക്ലിയർലി ഫോക്കസ് ഓൺ നിങ്ങളുടെ എൻവയോൺമെന്റ് ആണ്. നിങ്ങളുടെ എൻവയോൺമെന്റ് എത്രമാത്രം ബെറ്റർ ആവുന്നു, നിങ്ങൾക്ക് റിസൾട്ടും അത്രമാത്രം ബെറ്റർ ആവും. ബ്രോ, അടുത്ത 8ാമത്തെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കംഫോർട്ട് സോൺ. സ്റ്റിക്ക്, ഇങ്ങനെ ഒട്ടിയിരിക്കും. സ്റ്റിക്ക് വിത്ത് ഓവർ ടൈം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് പിന്നെയും പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ റിയലി ഇതിങ്ങനെ ഒട്ടും, നിങ്ങളുമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ലാതായി മാറും. പിന്നെ കാരണം എന്ന് വെച്ചാൽ കഞ്ചാവ് ഭയങ്കരമായിട്ട് വലിക്കുന്നവൻ, ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കുടിക്കുന്നവൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ പോൺ അഡിക്ഷൻ ഉള്ളവൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാഡ് നെഗറ്റീവ് ന്യൂസ് കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അതെല്ലാം കംഫോർട്ടബിൾ ആണ്. അതെല്ലാം ഇങ്ങനെ നിങ്ങളുമായിട്ട് ഒട്ടിയിരിക്കും. പിന്നെ നിങ്ങളും അതും ഒന്നായി മാറും. റൈറ്റ്, ഒരു കോയിൻ്റെ അപ്പുറവും ഇപ്പുറമായി മാറും. പിന്നെ നിങ്ങൾക്ക് ആ ഹാബിറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. നിങ്ങളിപ്പോൾ അങ്ങനെ ഒരാളാണെങ്കിൽ ബ്രോ, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അക്കൗണ്ടബിലിറ്റി എടുക്കുക ആൻഡ് ഇസഡ് ഗ്രൂപ്പിൻ്റെ സെൽഫ് ഇംപ്രൂവ്മെൻ്റിൻ്റെ ഒരു പാർട്ടായി മാറുക. ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായി മാറുക. യുവർ ലൈഫ് വിൽ ചേഞ്ച്, guaranteed. Fast way to change your life is change what you tolerate. എന്താണ് നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് റിയലി ടോളറേറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സെൽഫ് അക്കൗണ്ടബിലിറ്റി എവിടെയാണ് പോയി കിടക്കുന്നത്? നിങ്ങൾക്ക് കൊടുക്കുന്ന സെൽഫ് റെസ്പെക്ട് എവിടെയാണ്? നിങ്ങൾ എത്രമാത്രം ബാക്കിയുള്ളവരുടെ ഡിസ്റെസ്പെക്ട് നിങ്ങൾ ടോളറേറ്റ് ചെയ്യും? നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില എന്താണ്? നിങ്ങൾ ഒരു ഫ്യൂച്ചറിൽ എന്തായി കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണ്ടേ? അതാണ് ബ്രോ 9ാമത്തെ പോയിന്റ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾ എത്രമാത്രം ബാക്കിയുള്ളവർ നിങ്ങളെ ടോളറേറ്റ് ചെയ്യും, ബാക്കിയുള്ളവർ നിങ്ങളിങ്ങനെ എല്ലാ ബാഡ് ഹാബിറ്റിലോട്ടും വിളിച്ചുകൊണ്ട് പോകും, ബാക്കിയുള്ള സൊസൈറ്റികളിൽ പറയുന്ന എല്ലാ കാര്യവും കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും, ലൈവ് വല്ലവന്മാരെയും പോയി കാണും. ഇതെല്ലാം നിങ്ങളോട് ചെയ്യുന്ന ഡിസ്റെസ്പെക്റ്റ് ആണ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, നിങ്ങളോട് ചെയ്യുന്ന ഡിസ്റെസ്പെക്റ്റ് ആണ്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. 10ാമത്തെ ഏറ്റവും നിങ്ങളുടെ ഗട്ടിന് ഫീൽ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് 10ാമത്തെ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. യുവർ ഫ്യൂച്ചർ ഈസ് റിഫ്ലക്ഷൻ ഓഫ് യുവർ ഡെയിലി ചോയ്സ്. ഞാൻ ഒന്നും കൂടെ പറയാം, യുവർ ഫ്യൂച്ചർ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഡെയിലി ചോയ്സ്. നിങ്ങൾ എന്താണോ ഒരു ദിവസം രാവിലെ എണ്ണിച്ചിട്ട് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് റാഡ് മൈൻഡിൻ്റെ ചോയ്സും ഉണ്ട്, ഈഗിൾ മൈൻഡിൻ്റെ ചോയ്സും ഉണ്ട്. നമുക്കറിയാം നമുക്ക് ഏത് ചോയ്സാണ് വേണ്ടതെന്ന്. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു കാര്യം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് ചോയ്സാണ് വേണ്ടതെന്ന്. ബ്രോ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കും, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അതല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഡെയിലി ഏത് ചോയ്സാണ് എടുക്കുന്നത്? നിങ്ങൾ ഡെയിലി ജിമ്മിൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും നിങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് പോകാൻ കാണാനുള്ള ടെൻഡൻസി വരുമ്പോഴും നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇസഡ് ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ? ബ്രോ, ദാറ്റ് ഈസ് ദ ബിഗ് ബില്യൺ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ 10 പോയിന്റ്സിൻ്റെ പവറും ഇമ്പോർട്ടൻറ്റും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ലൈഫിൽ പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ബ്രോ മനസ്സിലാക്കേണ്ടത്, ബിക്കം കംഫർട്ടബിൾ with being uncomfortable. Become comfortable with being uncomfortable. എന്തൊരു കോട്ടാണ് ബ്രോ അത്, എന്തൊരു ഡാം കോട്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ബിക്കം കംഫർട്ടബിൾ വിത്ത് ബീയിങ് അൺകംഫർട്ടബിൾ. നിങ്ങൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും പോസിറ്റീവ് എനർജിയിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു റാഡ് ലൈഫിൽ നിന്നും ഒരു ഈഗിൾ ലൈഫിലേക്ക് മാറാൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് ആ എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ വല്ലവന്മാരുള്ള എല്ലാ ഡിസ്ട്രാക്ഷനും നിങ്ങൾ മാറ്റി സെൽഫ് ഇംപ്രൂവ്മെന്റിലും ഇസഡ് ഗ്രൂപ്പിലും തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? വെൻ യു മൂവ് you reach destination. Think about it bro, you will never walk alone because we are the Z group. Say it with me, this is not the end, this is the beginning. Love you brother, come here.